ജീവനം ശുചിത്വ ബോധവൽക്കരണ ശില്പം അനാച്ഛാദനം ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. പാഴ്വസ്തുക്കൾ കൊണ്ട് ആമശില്പം വേസ്റ്റ് ടു ആർട്ട്. ജീവനം ശുചിത്വ ബോധവൽക്കരണ ശില്പം പെരുമ്പയിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷയായി. പയ്യന്നൂർ നഗരസഭ ശുചിത്വ നഗരം, സുന്ദര നഗരം, മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ട ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പയ്യന്നൂരിലേക്കുള്ള പ്രധാന കവാടമായ പെരുമ്പയിൽ ശില്പം ഒരുക്കിയത്. 11 അടി നീളവും 9 അടി വീതിയിലും 5 അടി ഉയരവുമുള്ള ശില്പത്തിലൂടെ മനുഷ്യൻ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രകൃതിയിലെ ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ വേറിട്ടൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിയെന്ന് അറിയപ്പെടുന്ന ആമയുടെ പുറന്തോടിൽ നാം നിസ്സാരമെന്ന് കരുതി വലിച്ചെറിയുന്ന സൗന്ദര്യവർദ്ധക വസ്തുവായ വള കുടുങ്ങി ആമ വളരുകയും കുടുങ്ങിക്കിടന്ന വാളയെ അതിജീവിച്ച് വന്ന ആമയുടെ ദയനീയ അവസ്ഥയാണ് ശില്പത്തിലൂടെ കാണാൻ കഴിയുന്നത്. മനുഷ്യ തലമുറക്ക് ഭീഷണിയാകുന്ന ഇത്തരം മാലിന്യം നാം വലിച്ചെറിയുമ്പോൾ സമൂഹത്തിൽ എങ്ങനെ ദോഷം ചെയ്യുന്നു എന്നൊരാശയം ശില്പി ഉണ്ണീക്കാനായി ശില്പത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, സ്കൂൾ ബാഗുകൾ, ചെരുപ്പുകൾ, പ്ലാസ്റ്റിക് ചാക്കുകൾ, തെർമോകൂൾ, ബൾബുകൾ തുടങ്ങിയവ ശേഖരിച്ച് 3 ദിവസം കൊണ്ടാണ് ഉണ്ണി ശില്പമൊരുക്കിയത്. ഉണ്ണി കാനായിയോടൊപ്പം ഷൈൻജിത്ത് കുഞ്ഞിമംഗലം, വിനേഷ് കോയക്കീൽ, ബിജു കോയക്കീൽ, ബാബൂട്ടൻ മണിയറ, അഭിജിത്ത് TK എന്നിവരും സഹായിയായി ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Could this be a moment? Got it! One of the great catches! Under pressure! You will never see! My goodness gracious me! മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.